ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കണ്ണൂര് കാൽടെക്സ് സെന്ററിലുള്ള പറക്കാട്ട് ജുവൽസിന്റെ ഷോറൂമിലാണ്. ഇവിടെ നമുക്ക് 2 ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഓർണമെന്റ്സ് ഉള്ളത്. അത് നമ്മളുടെ താഴെ തന്നെ ഒരു ചെറിയൊരു ഫ്ലോർ ഉണ്ട്. അവിടുന്ന് ഒരല്പം സ്റ്റെയർ കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഒരു ചെറിയ ഒരു ഫ്ലോർ ആണെങ്കിലും അവിടുന്ന് മുകളിലേക്ക് കയറി വന്ന വിശാലമായിട്ടുള്ള ഷോറൂം തന്നെയാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ഷോപ്പ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് കാണാനുള്ള കുറച്ച് സ്പെഷ്യൽ തിങ്സ് പറക്കാട്ടിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഉള്ളത് തന്നെ, എന്നാൽ ഇവിടെ അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകളുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. കണ്ണൂർ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കാണണ്ടേ. ഫസ്റ്റ് ഇരിക്കുന്ന നെക്ലേസ് തന്നെ ആകട്ടെ അല്ലേ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. അല്പം നല്ല ഒരു എന്താ പറയുക, താമരപ്പൂ പോലെയാണ് അതിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ കളറിൽ വന്നിരിക്കുന്ന സ്റ്റോൺസ് ആണ് ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന, ഹെവി സ്റ്റോൺസ് വന്നിരിക്കുന്നത്, ഡയമണ്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ നെക്ലേസ് ആണ്. ഇഷ്ടമായല്ലോ അല്ലേ? ഇതൊക്കെ നമുക്ക് വലിയ റേറ്റിലൊന്നും വരുന്ന ഒരു ഇതൊന്നും അല്ല, എന്നാൽ ഒരു നോർമൽ 8000 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന നെക്ലേസുകളാണ് കേട്ടോ ഇതെല്ലാം. നമുക്ക് ഒട്ടേറെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ എല്ലാം ഒന്നും കാണിക്കില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പരിചയപ്പെടാം. ജസ്റ്റ് അതായത് ഉണ്ടോ നമ്മുടെ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ല. ഇത് നോക്കിക്കേതാ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതിന് ചേരുന്ന പോലെയുള്ള ഒരു ചോക്കറിന് പറ്റിയ രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ്. ഇതൊക്കെ അല്പം ബ്രോഡായിട്ട് വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ്. നമ്മൾക്കിതാ ഇവിടെ ഒട്ടേറെ ടൈപ്പ് ഗേരു, അതുപോലെ തന്നെ ഡയമണ്ട് ടൈപ്പ്, എല്ലാ ടൈപ്പ് നെക്ലേസുകളും ഉണ്ട്. അൺകട്ട് ഡയമണ്ട് ഉണ്ട്. ഇതുണ്ട് അൺകട്ട് ഡയമണ്ട്. എൻ്റെ ഒരു നല്ലൊരു പാറ്റേൺ ആണ്. വളരെ ഒരു സ്പെഷ്യലി മോഡലിംഗ് ടൈപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്പം വലിയ കമ്മലും ഒക്കെ ആയിട്ട് സൈലൻ്റ് ആയിട്ട് അധികം വലിയ ഗ്ലിറ്ററിങ് അല്ലാതെ ഉള്ള ഒരു ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് പാറ്റേൺ ആണ്. ഇതിനെല്ലാം സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ബാംഗിൾസും ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഇതിന് ചേരുന്ന രീതിയിലുള്ള പെൻഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി ടൈപ്പ് നെക്ലേസുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നല്ല മയിൽ മോട്ടീഫൊക്കെ വന്നിട്ട് ഇതെല്ലാം മയിലുകളാണ് കേട്ടോ. ചെറിയ ചെറിയ മയിൽ പാറ്റേണുകളാണ് ഇതെല്ലാം വരുന്നത്. അതേപോലെ തന്നെ ദേവി രൂപവും രണ്ടും കൂടെ ചേർന്നിട്ട് വരുന്ന ഗേരു കളക്ഷനിൽ വരുന്ന നമ്മളുടെ ആൻറ്റിക് ടൈപ്പിൽ റൂബി പോട്ട സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ കളക്ഷൻ തന്നെയാണിത്. അപ്പോൾ ഇതുപോലെയുള്ള കളക്ഷൻസ് ഡയമണ്ട് പാറ്റേൺസ് എല്ലാം ഉണ്ട് ഇവിടെ. അൺകട്ട് ഞാൻ പരിചയപ്പെടുത്തി. അതേപോലെ ഇതുണ്ടോ സ്പെഷ്യൽ ഷേപ്പിലൊക്കെയുള്ള ഇതിൻ്റെയൊക്കെ ഷേപ്പ് ഒരു സ്പെഷ്യലാണ്, റയറാണ്. എല്ലായിടത്തും കിട്ടുന്ന ഒരു പാറ്റേൺസ് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെയുള്ള കളക്ഷൻസും ഉണ്ട്. നോർമൽ ഗോൾഡിൽ വരുന്ന എല്ലാ ടൈപ്പും ആ ഒരു വേറൊരു സ്പെഷ്യൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇഷ്ടമായോ? ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ലെയറിൽ വന്നിട്ട് റൂബി സ്റ്റോൺസും കൂടെ ഒക്കെ വെച്ച് ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് അല്പം ഹെവി ആയിട്ട് നമ്മൾക്കിപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പ്, എന്നാൽ ഒത്തിരി ഓവറും അല്ല. അങ്ങനെയുള്ള നെക്ലേസുകളെല്ലാം ഉണ്ട് നമുക്ക്. ഏത് ടൈപ്പിലുള്ള കളക്ഷൻ ഇപ്പോൾ പറക്കാട്ടിൻ്റെ പല ഷോപ്പുകളിലും പല മോഡൽസ് ആയിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് മറ്റു സാധനങ്ങളും കൂടെ ബ്രീഫായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതൊക്കെ നമ്മളുടെ എല്ലാ ഷോപ്പിലും ഒന്നും വരുന്ന ഒരു മോഡൽ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ മുസ്ലിം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന മക്ക രൂപമൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഉള്ളി ബോളിൽ, ഓവൽ ഷേപ്പ് ഉള്ളി ബോളിൽ ചെയ്തിട്ട് കോർത്ത് വരുന്ന കുരുമുളകും കൂടെ ചേർത്തിട്ട് കോർത്ത് വരുന്ന ഒരു തരം ഷോ ചെയിനാണ് ഇത്. ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. അതേസമയം ലക്ഷ്മി രൂപത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്, ഹെഡ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ബട്ട് ഇത് ഒരു മക്കയുടെയൊക്കെ രൂപം വരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതും ഒരു അല്പം ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ആ കാറ്റഗറിയുടെ റൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ലെറ്റേഴ്സൊക്കെ അറബിക് ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിലാണെങ്കിൽ സ്റ്റോൺ വർക്കും അല്പം കശ വർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ നമ്മളുടെ ചിലപ്പോൾ എറണാകുളത്തുള്ള ഷോറൂമിലൊന്നും ചിലപ്പോൾ ഇത് ലഭ്യമായിരിക്കില്ല. പക്ഷെ പറഞ്ഞാൽ നമ്മൾ അതും കൊടുക്കും കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ദേവി രൂപമൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു നല്ല നെക്ലേസാണ്. അതേപോലെ തന്നെ പിന്നെ
നാഗപടത്തിൻ്റെ ഒരു ഹെവി നെക്ലേസ്. ഇതിൻ്റെ ഷോർട്ട് ഞാൻ നേരത്തെ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദേവി രൂപം വെച്ചിട്ട് തടിയിൽ നാഗപടം വെച്ചിട്ട് സെൻറ്റർ ഒരു നല്ല ഹെവി ആയിട്ടുള്ള പെൻഡൻ്റ് എല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ഹെവി നെക്ലേസ് ആണ്. ഒത്തിരി നാഗപടത്തിൻ്റെ കട്ടകളൊക്കെ വന്നിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പാലക്കയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി. പാലക്ക മാംഗോ ഉണ്ട്, കൊമ്പ് ഷേപ്പ് ഉണ്ട്, മൾട്ടി കളർ വരുന്നുണ്ട്, അതിന് നാഗപടം പല കളറുകൾ, എല്ലാ കളറും. ബ്ലൂ ഉണ്ട്, ബ്ലൂവിൽ തന്നെ ഡാർക്ക് ലൈറ്റ്, അതുപോലെ ഒരു മാംഗോയുടെ ഒക്കെ ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ ഒരല്പം സാധാരണ കോമൺ അല്ലാത്ത ഒരു പാറ്റേൺ ആണ്. റെഡ്, മെറൂണ് അങ്ങനെയുള്ള ഷെയ്ഡ്സിലെല്ലാം ഉള്ള പാലക്കകളുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കയ്യിൽ പല വെറൈറ്റി നവരത്നത്തിലുള്ള റിങ്ങുകളുണ്ട്. ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ഷേപ്പിലുള്ളതുണ്ട്, ജെൻസിന് പറ്റിയതുണ്ട്. നമ്മളുടെ കോമൺ വരുന്ന ഗോൾഡിൽ വരുന്ന മോഡൽസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിലൊരു സ്പെഷ്യലുണ്ട്. ഇതിലൊരു സൈഡിലായിട്ട് നമുക്കൊരു അല്പം ഒരു മനുഷ്യൻ്റെ അല്ലെ ഹാപ്പി മാൻ്റെ ഒരു രൂപവും കൂടെ സൈഡിൽ കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ നമ്മൾക്ക് ഇതിൽ സിംഹത്തിൻ്റെ രൂപം അങ്ങനെയൊക്കെ വരുന്ന നവരത്നങ്ങളും ഉണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മളുടെ റിങ്സ് സാധാരണ എല്ലാ ഷോപ്പിലും വരുന്ന പോലെ തന്നെ നമ്മൾക്ക് എല്ലാ ടൈപ്പ് റിങ്ങുകളും ഉണ്ട്. സ്റ്റോണിൽ വരുന്ന, മൾട്ടി കളറിൽ വരുന്നത്, പല പല ടൈപ്പ് കല്ലുകളിലും എല്ലാം വരുന്ന പാലക്ക, അതുപോലെ തന്നെ ഡയമണ്ട് പാറ്റേൺ, വൈറ്റ് സ്റ്റോൺസ്, പിന്നെ സ്റ്റോൺ അല്ലാതെ ഗോൾഡൻ ടൈപ്പിൽ വരുന്നതുമായിട്ടുള്ള എല്ലാ ടൈപ്പ് റിങ്ങുകളും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സ്റ്റഡുകളാണെങ്കിലോ നമ്മളുടെ കയ്യിൽ ഇതൊക്കെ കണ്ടോ, എത്ര മനോഹരമായിട്ടുള്ള സ്റ്റഡാണെന്ന് നോക്കിക്കേ. ഇതിലൊക്കെ നിറച്ച് റൂബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട്, അത് റൂബി മാത്രമല്ല, റൂബി എമറാൾഡ് കളറിലുള്ള പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന അതാണ്. അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. ഡയമണ്ട് പാറ്റേണിൽ കുറച്ച് ചെറിയ ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ട് ഇതുണ്ട്. ഇത് ഗോൾഡനിൽ തന്നെ വലിയ ഹാങ്ങിങ് ഒക്കെ വരുന്ന ടൈപ്പ്. അല്പം ഹാങ്ങിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകളുടെ കൂടെ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ കഥകളി രൂപം വെച്ചിട്ടുള്ള കമ്മല് സ്റ്റഡ് വെച്ച് ഉണ്ട്. ഇതുപോലെ തന്നെ റൂബി പോട്ടാ സ്റ്റോൺസും റൂബി എമറാൾഡ് പോട്ടാ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള കമ്മലുകൾ, അങ്ങനെയുള്ള ഒട്ടേറെ കളക്ഷൻസ്. ഇനി ഹെവി ആയിട്ടുള്ള കമ്മലുകൾ വേണമെങ്കിൽ ബ്രൈഡൽ സെറ്റപ്പിൽ യൂസ് ചെയ്യാവുന്ന കമ്മലുകൾ, അതുപോലെ ഏത് ഡിസൈൻ പറഞ്ഞാലും നമ്മളുടെ കയ്യിലുണ്ട്. പത്താക്ക് കമ്മലുകളുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പാലക്ക സ്റ്റോൺസിൻ്റെ തന്നെ പോലെ വരുന്ന കല്ലുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നമ്മളുടെ ഷോപ്പുകളിലും കാണുന്ന വെറൈറ്റീസും, അതിനോടൊപ്പം തന്നെ ഇവിടെ കണ്ണൂർ ഇവിടുത്തെ ഒരു ഡിമാൻഡ് അനുസരിച്ച് ചെയ്യുന്ന സ്പെഷ്യൽ ഓർണമെന്റ്സും ലഭ്യമാണ്. ഇത് പറക്കാട്ടിൻ്റെ ഏത് ഷോറൂമിലാണെങ്കിലും ലഭ്യമാണ് കേട്ടോ. പറക്കാട്ടിൻ്റെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ പറക്കാട്ടിൻ്റെ ഏത് ഷോറൂമിലും അതിൻ്റെ എല്ലാ പാറ്റേൺസും ഏത് കസ്റ്റമർ ആവശ്യപ്പെട്ടാലും ലഭിക്കും. ഇത് കണ്ടോ, ഇത് കോറൽ പവിഴത്തിൽ ചെയ്തിരിക്കുന്ന ജിമിക്കയാണ്. എത്ര ക്യൂട്ടായിട്ടാണെന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഇനി പവിഴത്തിൽ മാത്രമല്ല, അത് ബ്ലാക്ക് ഒനിക്സിൽ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പേളിൽ ചെയ്തതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ജിമുക്കാസൊക്കെ ഇഷ്ടം പോലെ ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട്. ചെറിയ ജിമുക്കുകൾ, ചെറിയ കുട്ടികൾക്ക് ഇടാനുള്ള ജിമുക്കുകൾ തൊട്ട് വളരെ ചെറിയ ജിമുക്ക് തൊട്ട് ഇനി ഏറ്റവും ഹെവി വേണമെങ്കിൽ അതുപോലെയുള്ള ജിമുക്കുകളും, ട്രഡീഷണൽ ടൈപ്പ് മയിൽ മോട്ടീഫും ഒക്കെ വരുന്നതും, ഗേരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റെപ്പായിട്ടുള്ള ജിമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റെപ്പ് ജിമുക്കുകളാണ്. ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒക്കെ എല്ലാ ടൈപ്പുണ്ട്. റിങ് കമ്മലുകൾ നമുക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ട്. പറയാൻ വിട്ടുപോയി എന്ന് കരുതരുതാരും. നമുക്ക് മൂക്കുത്തികളെ അല്ലെ അതുപോലെ സെക്കൻഡ് സ്റ്റഡുകളെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള എല്ലാ ഐറ്റവും നമുക്ക് ഇനി ചെറിയ സ്റ്റഡുകൾ തൊട്ടിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ഉള്ള അല്പം കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ രീതിയിലുള്ള കമ്മലുകൾ, എല്ലാ ടൈപ്പ് ഓഫ് ഓർണമെന്റ്സും ഉണ്ട്. ഏതും പറക്കാട്ടിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്തും കൊടുക്കുക. ചെറിയ സിംഗിൾ സ്റ്റോണിൻ്റെ മൂക്കുത്തിയൊക്കെ ആയിട്ടുള്ള കണ്ടൊക്കെ ചെറിയ ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെയൊക്കെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. വൈറ്റ് ഡയമണ്ട് പാറ്റേൺ മാത്രമല്ല, ഇനി അത് റൂബി കളറ്, ഗ്രീൻ കളറ്, ബ്ലാക്ക്, ഏത് സ്റ്റോൺസിൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇനി നമുക്ക് ജിമുക്ക പരിചയപ്പെടുമ്പോൾ ആദ്യം തന്നെ ഒരല്പം ചങ്കൻ ജിമുക്ക തന്നെ ആയിക്കോട്ടെ. ഇത് എത്ര സ്റ്റെപ്പ് വരുന്ന ജിമുക്കയാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്ന നമ്മളുടെ പരമ്പരാഗത തട്ടാന്മാർ ഹാൻഡ് വർക്കായിട്ട് ചെയ്യുന്ന. ഇതിൽ നിറയെ കല്ലുകൾ വരുന്നുണ്ട്. ഇത് ചുറ്റും കല്ലുകളാണ്. ബാക്ക് സൈഡ് കല്ലില്ലാതെ ഒന്നുമില്ല. ബാക്ക് സൈഡും അതേപോലെ തന്നെ കല്ല് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 2 3 4 5 6
7, 8, 9, 10 10 സ്റ്റെപ്പ് കല്ലുകൾ വരുന്നതാണ്. ഇതിൻ്റെ ഇത്രയും സ്റ്റെപ്പ് ഇല്ലാതെ ഉണ്ട് കേട്ടോ. ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊക്കെ നമ്മൾക്ക് വളരെ വളരെ റെയറായിട്ട് കിട്ടുന്ന, ഗോൾഡിനാണെങ്കിലും അത്ര റെയറായിട്ട് വരുന്ന ജിംക്കയാണ് കേട്ടോ. ഇതുപോലെയുള്ള ഇതിൻ്റെ സ്റ്റെപ്പ് ഇത്രയും ലെയർ ഇല്ലാതെ ഇതിൻ്റെ 5 ലെയറൊക്കെ വരുന്നതുണ്ട്. അതുപോലെ ഇത്തിരി കൂടെ വലിപ്പം കുറഞ്ഞിട്ട് വരുന്നുണ്ട്. ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാവുന്നത്. റോഡിയം വെച്ചിട്ട് റൂബി സ്റ്റോൺസ് ഒക്കെ ഹാങ് ചെയ്തിട്ടുള്ള ജിംക്കയുണ്ട്. ഇനി പോട്ടാ സ്റ്റാൻഡ്സ് ഒക്കെ വെച്ചിട്ട് ട്രഡീഷണൽ സ്റ്റൈൽ വേണമെങ്കിൽ അങ്ങനെയുള്ള ജിംക്കകളും ഉണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് പാലക്ക ആയിക്കോട്ടെ, പാലക്കയിലുള്ള ജിംക്കി, അതുപോലെ തന്നെ മറ്റ് ഷേപ്പുകളിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ജിംക്കകൾ, പിന്നെ ട്രഡീഷണൽ നെല്ല് ജിംക്ക് തൊട്ട് കശ വർക്കുകളൊക്കെ വരുന്നത്, മയിൽ മോട്ടിഫ് വരുന്നത്, പിന്നെ പല പല ഷേപ്പുകളിലുള്ള ജിംക്കുകളൊക്കെ ഇവിടെയും ഈ ഷോപ്പിലും എല്ലാം ലഭ്യമാണ്. ഇനിയിപ്പോൾ വളരെ ക്യൂട്ടായിട്ട് സിമ്പിൾ ചെറിയ കല്ല് വെച്ച് ജിമിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ എത്ര ക്യൂട്ടാണെന്ന് നോക്കിയേ. വളരെ സിമ്പിളായിട്ടുള്ള ജിമുക്കളും നമ്മളുടെ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1400 രൂപയൊക്കെ വരുന്നുള്ളൂ. അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഇത് നമ്മൾ ഗോൾഡിൽ ചെയ്യുമ്പോൾ വരുന്ന മേക്കിംഗ് ചാർജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള. ഇപ്പം ഈ ഒരു ജിമിക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഗോൾഡിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 5-8 പവനൊക്കെ വരും ഇതിന്. കാരണം അത്രയും വെയിറ്റ് വരുന്നതാണ്. പക്ഷെ ഇത് നമ്മൾക്ക് വെറും 7000-8000 രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലേബർ തന്നെ വരും. ശരിക്കും ഗോൾഡ് സ്മിത്തിൻ്റെ ലേബർ തന്നെ ഒരു 10 ദിവസമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അങ്ങനെ വരുന്ന വർക്കാണ്. അപ്പം അതുപോലെയുള്ള എല്ലാ വർക്കുകളും ലഭ്യമാണ്. നെക്ലേസുകൾ പറയുമ്പോൾ നമ്മളുടെ അല്പം ചങ്ക നെക്ലേസുകളും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ശ്രദ്ധിച്ചോ? കാരണം അത്ര ഷാർപ്പായിട്ടുള്ള കട്ടിങ് കൊടുത്തിട്ട് 3 ടോണൊക്കെ ചെയ്തിട്ട് അല്പം വലിയ പെൻഡൻറ്റും ഹെവി ആയിട്ട്. നമ്മൾക്കിപ്പോൾ ഇത് ഈ നെക്ലേസൊക്കെ ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നെക്ലേസുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള അല്പം പട്ട വർക്കൊക്കെ വെച്ചിട്ട് ചെറിയ മുത്തിരിയൊക്കെ സൈഡിൽ വെച്ച് മാറ്റ് വർക്കൊക്കെ ചെയ്ത് ക്ലിയറായിട്ട് നല്ല ഫിനിഷിൽ ചെയ്തിരിക്കുന്ന നെക്ലേസാണ്. അതേപോലെയൊക്കെ തന്നെ ഇതിൻ്റെ പെൻഡൻറ്റ് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അല്പം ഇനാമൽ വർക്കും 3 ടോണും എല്ലാം മിക്സ് ചെയ്ത് ഹെവി ആയിട്ടുള്ള പെൻഡൻറ്റും അതിനോട് ചേരുന്ന രീതിയിൽ ബോൾ ചെയിനൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഇടയ്ക്ക് ചെറിയ ചെറിയ പെൻഡൻറ്റ് പോർഷനൊക്കെ ഫിക്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് കല്യാണത്തിനൊക്കെ ആണെങ്കിലും അല്ലെ ഒറ്റയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരൊറ്റ പീസ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഒപ്പം പിന്നെ വേറെ കിട പിടിച്ച് നിൽക്കാനായിട്ട് മറ്റൊരു നെക്ലേസുകൾക്ക് സാധിക്കില്ല. അതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള നെക്ലേസാണ്. അപ്പോൾ വിവാഹ പാർട്ടികൾക്കൊക്കെ അതേ നെക്ലേസുകളുടെ ആവശ്യം വരില്ല. ഒരു ചോക്കർ നെക്ലേസും ഇതും കൂടെ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റേതായ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ളതാണ്. ഇതിനൊന്നും നമ്മൾക്ക് ഒരു വലിയ രീതിയിലുള്ള റേറ്റ് ഒന്നും വരുന്നില്ല.
ഷോപ്പിലെ വളകൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളുടെ കോമൺ വളകളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അല്പം ഡിഫറെൻ്റ് ആയിട്ട്, അല്പം ഡിഫറെൻ്റ് ഷേപ്പിലൊക്കെയുള്ള കുറച്ച് ഒരു യൂത്തിനൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ബാഗിൽ ഇട്ടാൽ മതി ഒരു കയ്യിൽ. ഇതിനൊക്കെ ഒരു 3000-4000 റേറ്റിലൊക്കെയാണ് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഒരു വളയിട്ടാൽ പോലും അതുകൊണ്ട് നമ്മുടെ കൈ തന്നെ ഫില്ലാവുക. ഇതൊക്കെ അതുപോലുള്ള ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പല ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന കുറച്ചുകൂടെ കട്ടിങ് എല്ലാം കൊടുത്തിട്ടുള്ള ബാംഗിൾസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടുത്തെ കളക്ഷനിൽ അതിപ്പോൾ നിലവിലില്ല. ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ഏകദേശം സെയിലായിപ്പോയി. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വേറെ പുതിയ കളക്ഷൻ വരുന്നതായിരിക്കും. ഉണ്ടോ, ഇത് മയിൽ മോട്ടീഫൊക്കെ വെച്ചിട്ട് നിറച്ച് കല്ലുകളൊക്കെ വന്നിട്ട് തന്നെ നിറച്ച് സ്റ്റോൺസ് എല്ലാം വന്നിട്ട് ഇതൊക്കെ ഒരു 3000 സ്ക്രൂ ബാംഗിളുമാണ് കേട്ടോ. ഏത് കൈക്കും പാകമാവുന്ന രീതിയിലാണ് ഈ ബാംഗിളുകളൊക്കെ വരുന്നത്. എല്ലാം നമുക്ക് സ്ക്രൂ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് സൈസിനൊരു വലിയ വിഷയം വരുന്നില്ല. അങ്ങനെ ഇതെല്ലാം ഒരു ഡിഫറെൻറ്റ് ഷേപ്പ് കണ്ടില്ലേ. ഇതിനോട് ഏകദേശം ഒരേപോലെ തന്നെ പാറ്റേൺ ഉള്ളതാണ്. ഇതും അതെ, ഇത് മയിൽ മോട്ടിഫ് തന്നെ. ഇതിൽ 2 മയിൽ വരുന്നത്. ഇതിൽ സിമ്പിളായിട്ട് സെൻറ്ററിൽ ഒരൊറ്റ മയിൽ വരുന്ന രീതിയിൽ വേറെ സ്റ്റോൺ വർക്ക് ആണെങ്കിലും വരുന്ന സ്ക്രൂ ഒക്കെ വെച്ചിട്ട് ഈ ബാംഗിൾസ് വരുന്നത് അതേപോലെ തന്നെ. ഇപ്പോൾ സ്റ്റോണിലാണെങ്കിൽ ഇതൊക്കെ അതെ ഒരു 3000 ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂ. ഇതൊക്കെ ആണെങ്കിലും നമുക്കൊരു 3-4 റേഞ്ചിൽ വരുന്ന സ്റ്റോൺ വെച്ചിട്ട് വൈറ്റ് AD സ്റ്റോൺസ് വെച്ചിട്ട് വരുന്ന ബ്രേസ്ലെറ്റ് ബാംഗിളാണ്. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ഇതൊക്കെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ വേറൊരു വളയുടെ ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലുള്ളതാ. ഞാൻ നേരത്തെ അൺകട്ടിൻ്റെ നെക്ലേസ് പരിചയപ്പെടുത്തി. അപ്പോൾ നമ്മൾ വള പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ എന്തെന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള അൺകട്ട് ഡയമണ്ടിൻ്റെ വളയാണ്. അതുപോലെ തന്നെ റൂബി പോട്ടാ സ്റ്റോൺസിൽ ചെയ്തിരിക്കുന്ന ബ്രേസ്ലെറ്റ് ബാംഗിളാണ്. അപ്പോൾ ഇന്ന് ഞാൻ അധികം ബാഗിലൊന്നും പരിചയപ്പെടുത്തുന്നില്ല. നമ്മളുടെ കണ്ണൂർ ഷോപ്പിലെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. തീർച്ചയായിട്ടും പറക്കാട്ടിൻ്റെ 1 ഗ്രാം തങ്കാഭരണങ്ങളുടെ വീഡിയോസ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.